ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ബിക്കോസ് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ അനുഭവിക്കുന്ന ട്രോമാസ് ഒരുപക്ഷെ എന്നെ പോലെ തന്നെ ഒത്തിരി പേരുടെ ജീവിതമായിട്ട് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നതാവും. ഒരുപക്ഷെ ഞാൻ അനുഭവിക്കുന്ന ആ ട്രോമയെ ഓവർകം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ആ ട്രോമ വന്നു എന്ന് ഞാൻ കുറേ ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപക്ഷെ നിങ്ങൾക്ക് അതൊരു ഹീലിംഗ് അയക്കുമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അപ്പോൾ എന്നെ കേൾക്കുന്ന പലരും വല്ലാത്തൊരു ഒറ്റപ്പെടൽ, ലോൺലിനെസ് ഒക്കെ അനുഭവിക്കുന്നവരായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും എനിക്കറിയാം, അത് ചെറിയൊരു ഒറ്റപ്പെടലല്ല, വല്ലാത്തൊരു ട്രോമയിലൂടെയൊക്കെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. നമ്മുടെ ഈ ഫേസ്ബുക്ക് നോക്കിയാലും ഇൻസ്റ്റ നോക്കിയാലും ചുറ്റുള്ള നേരിൽ കാണുന്നവരുടെ ജീവിതമൊക്കെ നോക്കിയാലും ചിലപ്പോൾ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആകും. എന്നിട്ട് നിങ്ങളിങ്ങനെ മനസ്സിൽ ചോദിക്കും, എന്താ എനിക്ക് മാത്രം ദൈവം ഹാപ്പി ആയിട്ടൊരു ഹാപ്പിനെസ് ആയിട്ടൊരു ലൈഫ് വരുന്നില്ല എന്നൊക്കെ അല്ലേ? എല്ലാവരും കൂട്ടുകാരായിട്ട് അടിച്ചു പൊളിക്കുന്നു, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടൊക്കെ ആയിട്ട് കറങ്ങുന്നോ. നിങ്ങൾ മാത്രം എന്താ എനിക്ക് മാത്രം ഈ ഒറ്റപ്പെടൽ, ലോൺലിനെസ് യൂണിവേഴ്സ് നൽകുന്നത്? നിങ്ങളിത് പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമല്ലേ? എനിക്കറിയാം, ഇൻഡയറക്റ്റായിട്ട് ഇൻസൾട്ട് നേരിടേണ്ടി വരിക പലരും മാറ്റി നിർത്തുമ്പോഴും അല്ലേ? ചിലപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിനോട് തന്നെ അതിനുള്ള പ്രതികാരം ചെയ്യാനായിട്ട് ചിലപ്പോൾ ലഹരിയെ തേടും, ചിലപ്പോൾ പോൺ വീഡിയോസ്, അങ്ങനെ അല്ലേ? ശരിയല്ലേ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞാട്ടോ. പക്ഷേ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ, യൂണിവേഴ്സ് എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്? പക്ഷെ ഞാനൊന്ന് പറയട്ടെ, ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് കേട്ടോ. യൂണിവേഴ്സിന് അല്ലെങ്കിൽ ദൈവത്തിന് നിങ്ങളെ കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങളിപ്പോൾ ചോദിക്കും, ദൈവം അപ്പോൾ പാർഷ്യാലിറ്റി കാണിക്കുവാണോ എന്നൊക്കെ അല്ലേ? എന്നാൽ അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾ ദൈവത്തിന് സ്പെഷ്യൽ പേഴ്സൺ ആയത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇവിടെയുള്ള മറ്റാരെ കൊണ്ടും ചെയ്യാൻ സാധിക്കാത്ത ചില കാര്യങ്ങൾ ദൈവത്തിന് തീർച്ചയായിട്ടും നിങ്ങളെക്കൊണ്ട് സാധിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒറ്റപ്പെടലൊക്കെ തരുന്നത്. ഈ ലോകത്തിൻ്റെ സന്തോഷത്തെക്കാളൊക്കെ വലുത് നിങ്ങളുടെ ഉള്ളിനെ അറിയാൻ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാനൊക്കെയാണ് ഇങ്ങനെയൊക്കെ. ഓക്കെ, ഒരുപക്ഷെ ഈ ലോകത്തിൻ്റെ സന്തോഷത്തെക്കാളൊക്കെ വലുത് നിങ്ങളുടെ ഉള്ളിനെ അറിയാൻ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാനാണ് ഇങ്ങനെയൊക്കെ. ഓക്കെ, ഒരുപക്ഷെ നിങ്ങൾ പലതരത്തിലുള്ള ഫ്രസ്ട്രേഷനിലൂടെയൊക്കെ ഈ സമയത്ത് കടന്നു പോയേക്കാം. പക്ഷെ അവസാനം യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ച ആ ഒരു വലിയ കാര്യം നിങ്ങളിലൂടെ നിറവേറ്റുമെന്ന കാര്യം സത്യമാണ്. നിങ്ങളിത് മാത്രം മനസ്സിലാക്കുക. നിങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ ഫ്രണ്ട് സർക്കിളോ ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ ഒക്കെ ഈ യൂണിവേഴ്സ് തരാത്തത് നിങ്ങൾ ഈ ഭൂരിഭാഗത്തിൽ നിന്നും വളരെ ചുരുക്കം ചിലരായ തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ടാണ്. ചോസൺ വൺ. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു നാൾ ഈ ലോകം ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളായിട്ട് തീരും. അതാക്കി തീർക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ കടുത്ത പരീക്ഷണമൊക്കെ യൂണിവേഴ്സ് തരുന്നത്. ഓക്കെ, ഈ കടുത്ത സ്ട്രഗിൾസൊക്കെ യൂണിവേഴ്സ് തരുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. തീർച്ചയായിട്ടും മറ്റുള്ളവരെ പോലെ ഒരാളായിരിക്കില്ല നിങ്ങൾ. മറ്റുള്ള ഭൂരിഭാഗം ആളുകൾ ചിന്തിക്കുന്ന പോലെയോ, അല്ലെങ്കിൽ ഈ സമൂഹം അതിൽ ആളുകളൊക്കെ പ്രവർത്തിക്കുന്നത് പോലെയൊന്നും ആയിരിക്കില്ല നിങ്ങളുടെ ചിന്താഗതിയും പ്രവർത്തികളൊക്കെ അല്ലേ? നിങ്ങൾ തന്നെ നോക്കി, മറ്റുള്ളവർ ഈ റീൽസ്, ഇൻസ്റ്റഗ്രാമിലെ റീൽസ് കാണുക, ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തന്നെ ചോദിക്കും, ഇവർക്കിത് കളിച്ചിട്ട് ഇപ്പം എന്താ കിട്ടുക? നിങ്ങളെ മനസ്സിൽ അതായിരിക്കും അപ്പോൾ വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാവും. അപ്പോൾ ഒരുപക്ഷെ ഇവൻ്റെ കിളി പോയതാ എന്നൊക്കെ ചിലരൊക്കെ നിങ്ങളെപ്പറ്റി പറയുന്നത് നിങ്ങൾ തന്നെ എങ്ങനെയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല വിഷമവും വരും. അപ്പം അന്നേരം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളങ്ങനെ വിഷമിക്കരുത് കേട്ടോ. എനിക്കറിയാം ആ ഒരു വിഷമത്തിൽ നിങ്ങൾ പലതും ആ സമയത്ത് ചെയ്തു പോകുമെന്ന്. ഫോൺ വീഡിയോസിനെ ആശ്രയിക്കുക, അങ്ങനെ പലതും അല്ലേ? പക്ഷെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക കേട്ടോ, നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണേ. അപ്പോൾ ആ ദൈവത്തിനൊപ്പം നിന്നുകൊണ്ട് യൂണിവേഴ്സ് തരുന്ന ഒറ്റപ്പെടലിനെ അതിജീവിച്ച് സ്വയം നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെറ്റായ മാർഗത്തിലോട്ട് പോയി എളുപ്പത്തിൽ കിട്ടുന്ന ഹാപ്പിനെസ്സിനല്ല കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ജോലിയൊക്കെ മര്യാദയ്ക്ക് ചെയ്ത്, അതേത് സാഹചര്യമായാലും അതിൽ അർപ്പിതമായി ചെയ്തുകൊണ്ട് ബാക്കി നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നല്ല നല്ല കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് കൂടുതൽ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്യുക, അങ്ങനെ. അതിപ്പോൾ നിങ്ങളറിയാതെ തന്നെ ചെയ്യും, ഞാൻ പറഞ്ഞില്ലെങ്കിലും. കാരണം യൂണിവേഴ്സ് നീഡഡ് യു. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ ലോകത്തിൽ ഇത്രയും ആളുകളൊക്കെ ഉണ്ടായിട്ട് നിങ്ങളാണ് ചോസൺ വൺ. നിങ്ങൾ കുറച്ച് പേർ മാത്രം. അത് മാത്രം നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ടാണ് മറ്റുള്ളവർ സഹിക്കുന്നതിലും അപ്പുറം വേദനയും
ദുഃഖങ്ങളും ഹേർട്ട്നെസ്സും ലോൺലിനെസ്സും ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞ കേട്ടല്ലോ. ഇനി പ്രശ്നങ്ങളും വേദനയും ഒക്കെ വരുമ്പോൾ ഈ കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. അതിൻ്റെ ഫ്രസ്ട്രേഷനുമായിട്ട് തെറ്റായ ദിശയിലോട്ടൊന്നും പോകാണ്ടിരിക്കുക. ധൈര്യപൂർവ്വം അതിനെയൊക്കെ സാക്രിഫൈസ് ചെയ്ത് മുന്നോട്ട് പോകണം. ഞാൻ ദേ ഉറപ്പ് തരികയാണ്, യൂണിവേഴ്സ് നിങ്ങളെ ഉദ്ദേശിച്ച ഇടത്ത് എത്തിച്ചിരിക്കും. അതും നിങ്ങൾ പോലും മനസ്സിൽ കരുതാത്ത, നിങ്ങൾ തീർച്ചയായിട്ടും വണ്ടറായിട്ട് പോകുന്ന ഒരിടത്തേക്ക്. അപ്പോൾ കാര്യങ്ങളൊക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു. ടേക്ക് കെയർ.